ഹരിപ്പാട് നിന്ന് പ്രതികരിക്കാൻ. സനൽ, പറയൂ. ഈ അപകടം, ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഹൈവേയുമായി ബന്ധപ്പെട്ട ഈ കുത്തനെയുള്ള മല ഇടിച്ചുള്ള സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് ഞാൻ പല പ്രാവശ്യം റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഞാൻ കമന്റായിട്ട് അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ വിഷയം അരുൺ സാറുമായിട്ട് പരിപാടി സംസാരിച്ചായിരുന്നു. അപ്പൊ ഇന്ന് ഈ വിഷയം അതിന്റെ അത്രയും ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്തതിന് റിപ്പോർട്ടർ ചാനലിന് പ്രത്യേക ഒരു അഭിനന്ദനം. അതായത് മറ്റൊരു ചാനലുകാരും ഈ വിഷയം ഏറ്റെടുക്കാത്തത് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തത് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ഹൈവേയിൽ ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരാരും ഇത് മോണിറ്ററിങ് ചെയ്യാനായിട്ട് ആരുമില്ല. ഈ കോൺട്രാക്ടർമാരാണ് വന്ന് ഈ പണികളെല്ലാം ചെയ്യുന്നത്. അത് ഈ വളരെ വിഷയമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ. കുറെ പേര് വരുന്നു, ജോലി ചെയ്യുന്നു, അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് അവർ പോകുന്നു. അടുത്ത പാർട്ടിക്കാർ, അടുത്ത ഗ്രൂപ്പിലുള്ളവർ വരുന്നു, അവരും ജോലി ചെയ്യുന്നു, അവരും പോകുന്നു. അതാണ് ഇന്നിപ്പോൾ ഹൈവേ നടന്നു വരുന്നത്. ഒരു സൂപ്പർവൈസിങ് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളൂ. വലിയ വീഴ്ച തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സനൽ ഹരിപ്പാട് നിന്നുള്ള പ്രേക്ഷകനാണ്. ഷിരൂരിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളത്തിലെ പാതകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ റോഡുകൾ നിർമ്മിക്കപ്പെടുന്നു. NH പലയിടത്തും റോഡുകൾ തുറന്നു കൊടുത്തിരിക്കുന്നു. റോഡ് വികസനത്തിന് ഒരു നാഴികക്കല്ലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ചുറ്റുപാട് എങ്ങനെയാണ്, അപ്പുറത്തെ മലകൾ എങ്ങനെ, താമസ സ്ഥലം എങ്ങനെ, വീടുകൾ ഈ കുന്നിന് മുകളിൽ, കുത്തനെയുള്ള കുന്നിന് മുകളിൽ ഒരൊറ്റ വീട് മാത്രമൊക്കെ നിൽക്കുന്നത് കാണാം. വലിയ അപകട ഭീഷണിയിൽ നിൽക്കുകയാണ് അത്തരം വീടുകൾ. മാത്രമല്ല മല എങ്ങനെയാണ്, മലയ്ക്ക് സംരക്ഷണ കവചം തീർത്തിരിക്കുന്നത്, എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ് അതിൻ്റെ നിർമ്മാണം എന്നൊക്കെ നമ്മൾ കാണുന്നു. പലയിടത്തും വിണ്ട് കീറിയ കുന്നിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. പലയിടത്തും മല ഇടിഞ്ഞു വീണത് നമ്മൾ കണ്ടു. അപ്പുറത്ത് പുഴയും ഇപ്പുറത്ത് മലയും എന്നുള്ള ദൃശ്യം ഷിരൂരിലേതുപോലെ തന്നെ കുട്ടൻപുഴയിൽ ഇപ്പോൾ ലേബി കാണിച്ചു തന്നു. തിരുവനന്തപുരത്താകട്ടെ കുത്തനെ 90 ഡിഗ്രിയിലാണ് മല ചുരന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് അപകടമുണ്ടാകുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇങ്ങനെയൊരു നിർമ്മാണം, എത്രത്തോളം അശാസ്ത്രീയമായ നിർമ്മാണം, ഇതിനാരാണ് പച്ചക്കൊടി കാണിച്ചത് എന്നറിയേണ്ടതുണ്ട്. പ്രേക്ഷകൻ പറഞ്ഞതുപോലെ കരാറുകാരെ ഏൽപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി അങ്ങ് മാറുന്നു. പിന്നീട് ചോദിച്ചാൽ ഉത്തരം പറയാൻ ആളില്ലാത്ത വല്ലാത്ത അവസ്ഥയാണ് റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഉള്ളത്.